നവാസ്കില്ലാതെ ജീവിക്കാൻ പറ്റൂല. അയ്യോ, വഴക്കധികം ഉണ്ടാവാറുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അത്രമേൽ അവർ തമ്മിൽ പ്രണയിച്ചിരുന്നു. ദൈവത്തിന് പോലും അസൂയ തോന്നിയ ഒരു ജോഡിയായിരുന്നു കലാഭവൻ നവാസും രഹനയും. ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നത്രേ. എന്തിനാന്ന് ചോദിച്ചപ്പോൾ, മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാമല്ലോ, അത്രയും നേരം കൂടി എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാമെന്ന്. എന്തൊരു പ്രണയമാണത്, എന്തൊരു സ്നേഹമാണത്. ഒരു ഇൻ്റർവ്യൂവിൽ അവതാരിക അവരോട് ചോദിച്ചു, രണ്ടുപേരോടും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും എഴുതി വെച്ചിരിക്കുന്നതാണ് നിങ്ങളീ കണ്ടത്. വസ്ത്രം മാറുന്നത് പോലെ ഭാര്യയും ഭർത്താവിനെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലൊരു മുതൽക്കൂട്ടാണ് കലാഭവൻ നവാസും രഹനയും. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ സ്വന്തം ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ പരസ്പരം ചതിക്കാൻ യാതൊരു മടിയും കൂടാത്തൊരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അത്തരത്തിലുള്ള സമൂഹത്തിലാണ് ഇത്രയും അധികം ഹൃദയത്തോട് പ്രണയിച്ച് ജീവിച്ച രണ്ടാളുകളെക്കുറിച്ച് നാം അറിയുന്നത്. ഇഷ്ടങ്ങൾക്കും സ്വയ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം പാർട്ട്ണർമാരെ ചതിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ പഠിക്കേണ്ട ഒരു ജീവിതമാണ് നവാസും രഹനയും.